അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അഗാധമായി അറിവ് വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. നമ്മളിലുള്ള പ്രയാസങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നീക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് അസുഖമായി ഒരുപാട് പ്രയാസപ്പെടുന്ന, ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദിൽ ശിർക വൽ മുശ്രിക്കീൻ. ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ വിശപ്പിന് ഭക്ഷണവും അവരുടെ വിഷമങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന മാസമായ റബീഉൽ അവ്വൽ മാസത്താണ് നമ്മളുള്ളത്. 8-നാണോ 9-നാണോ 11-നാണോ എന്നിങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ വിഷയത്തിൽ. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ച മാസം, അതുപോലെ റമളാൻ മാസത്തിലാണ് ജനിച്ച, അങ്ങനെ അഭിപ്രായങ്ങളുണ്ട്. കാരണം എന്തുകൊണ്ടാണ് എത്ര ഒരു വലിയ പ്രവാചകൻ ജനിച്ച മാസത്തിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത്? ഇത്ര വലിയ പ്രവാചകൻ, എല്ലാവർക്കും അറിയാവുന്ന ആൾ, ചരിത്രകാരന്മാർ രചിച്ചിട്ടുണ്ട്. ഏതശ്ചര്യമിനന്തരിമിളച്ചാചാര്യേന മുഹമ്മദ് ശിഷ്യസാഗ സമുദ്രമെന്ന് ഭവിഷ്യൽ പുരാണത്തിൽ പറയപ്പെട്ട ആ പ്രവാചകൻ. അതുപോലെ നിരവധി പ്രവാചകനെക്കുറിച്ച് വർണ്ണിച്ച, പറഞ്ഞ, ചരിത്രങ്ങൾ രചിച്ച അമുസ്ലിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയ ചരിത്രത്തിൻ്റെ മുന്നിൽ. എന്താ വെച്ചാൽ ആ പ്രവാചകൻ്റെ ജനനത്തിന്, ഇപ്പോൾ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ജന്മദിനം ആഘോഷിക്കുക എന്നതിന് ഇസ്ലാമിൽ യാതൊരു പ്രാധാന്യമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് തന്നെ. കാരണം എന്താ, ഖുലഫാഉർ റാഷിദീങ്ങളായ ആളുകൾ, നമുക്കറിയാം 4 ഖുലഫാ റാഷിദ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, ഇവരാരും പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. കാരണം ഒരു സംവിധാനം ഇസ്ലാമിലില്ല. അതുപോലെ പ്രവാചകൻ പറഞ്ഞൊരു വചനമുണ്ട്, ചാണ്ണു ചാണ്ണു ചാണായി മുഴത്തിന് മൂലമായി നിങ്ങൾ അവരെ പിൻപറ്റുക തന്നെ ചെയ്യും. സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ ജൂതന്മാരെയും ക്രൈസ്തവരെയും പറ്റിയാണോ പറയുന്നത്? അവരെ അല്ലാതെ മറ്റാരെയാണ്? അപ്പോൾ ഈ ക്രൈസ്തവർക്കാണ് ശരിക്കും ഈ പ്രവാചകന്മാരെ, അവരുടെ ജന്മദിനത്തെ ഒരു ആഘോഷമാക്കി മാറ്റുക എന്നത്. നമുക്കറിയാം, നമ്മൾ പണ്ട് പഴയ കാലത്ത്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഒക്കെ ഈ യേശു ഡിസംബർ 25-ന് ജനിച്ചെന്ന് ഭയങ്കരമായി ഇത് നാടൊക്കെ ഇതാക്കി ഇന്നൊക്കെ ഭയങ്കര സജീവമായിട്ടുണ്ട്. പക്ഷേ പ്രത്യേകമായി കുടിലൊക്കെ ഓല കൊണ്ട് കുടിലുണ്ടാക്കി, അങ്ങനെ ഭയങ്കരമായ ആഘോഷങ്ങൾ പല രീതിയിൽ. അങ്ങനെ ഇപ്പോൾ അതേ അവസ്ഥയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം അത് ചാണായും മുഴത്തിനും മുഴമായും അവരെ പിൻപറ്റും. അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, നബി അള്ളാഹുവിൻ്റെ റസൂലാണ്, താങ്കൾ പ്രവാചകനാണെന്ന് ഞാൻ വീണ്ടും 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 സാക്ഷ്യം വഹിക്കുന്നു. ആ പ്രവാചകൻ അന്ന് പറഞ്ഞ വാക്ക് അതേപോലെ നമ്മൾ കാണുകയാണ് ഇന്ന്. ഇപ്പോൾ നമുക്കറിയാം, നബിദിനത്തിപ്പോൾ ഒരു 2 ആഘോഷങ്ങളുണ്ട് നമുക്ക്. ഏതെല്ലാം? വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും. അതുപോലെ അന്ന് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ പോകണം, ഒരു ഭാഗത്തിലൂടെ പോകണം, മറ്റൊരു ഭാഗത്തിലൂടെ വരണം, അതിന് മുമ്പേ നഖം മുറിക്കണം, അതല്ലേ മീശയൊക്കെ വെട്ടി ചുരുക്കണം, കുളിക്കാൻ വേണ്ടി ഒരുങ്ങണം, നല്ലപോലെ കുളിച്ച് റെഡിയായിട്ട് വേണം പോകേണ്ടത്, സുഗന്ധം തേക്കണം. അങ്ങനെ ഒരുപാട് സുന്നത്തുകൾ, എന്തൊക്കെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ അന്നൊക്കെ ദിവസം മുൻപ് ചെയ്യണമെന്ന് നമ്മൾ വിശദമായി പഠിക്കാറുണ്ട്. അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ്. അതിന് വിസർജിക്കപ്പെട്ടത്, ലോകം അവസാനിക്കുന്നത്, നമ്മൾ പുനർജനിക്കുന്നത്, അങ്ങനെ പല വിശ്വാസങ്ങൾ നമുക്കുണ്ട്. ആ വെള്ളിയാഴ്ച ദിവസമായി പോലും നേരത്തെ പള്ളിയിലേക്ക് പോകണം, അതിനനുസരിച്ച് പ്രതിഫലമുണ്ട്. അങ്ങനെ ഓരോന്നും നമ്മൾ ചെറുപ്പത്തിലേ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പോകുന്നതിന് ഒട്ടകത്തിൻ്റെ, അതുപോലെ ആടിൻ്റെ, അതുപോലെ കോയിൻ്റെ, പിന്നെ കോഴി മുട്ടൻ്റെ പ്രതിഫലം, അങ്ങനെ ചുരുങ്ങി പോകും. നല്ല മുന്നേ പള്ളിയിൽ പോകുന്നവൻ വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിലേക്ക് പോകുന്ന പ്രത്യേകത. അതുപോലെ സുഗന്ധം തേക്കണം, പുതിയ വസ്ത്രം ധരിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, പള്ളിയിലേക്ക് പോകുമ്പോഴുള്ള സുന്നത്തുകൾ, അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ചെല്ലുന്ന ദിക്റുകൾ, അങ്ങനെ നിരവധി ദിക്റുകളും പ്രാർത്ഥനകളും. മുജാഹിദുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച്, അവർ ദിക്റില്ലാത്തവരാണ്, ദുആ ഇല്ലാത്തവരാണ്, പ്രാർത്ഥിക്കാത്തവരാണ്, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് ഓടുന്നവരാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു മുജാഹിദ് കുട്ടീനെ, സാധാരണ ഒരു ചെറുപ്പക്കാരനെ വിളിച്ച് ചോദിച്ചു നോക്കുക, എന്തൊക്കെ പ്രാർത്ഥനകൾ, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ. ചെറിയ പുസ്തകങ്ങളുണ്ടാവും അവരുടെ കയ്യിൽ, വായിക്കുന്നുണ്ടാവും. വസ്ത്രം ധരിക്കുമ്പോൾ എന്ത് പറയണം? അൽഹംദുലില്ലാഹി ലദി കസാനി ഹാദാ സബറതൊക്കെ മിന്നി വലക്കുക. ബാത്റൂമിലേക്ക് പോകുമ്പോൾ, ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലാഹു മഫ്തലി വറഹ്മതി, പള്ളിയിൽ നിന്ന് വരുമ്പോൾ, അതുപോലെ അങ്ങനെ ചെരുപ്പം. നമുക്കറിയാം, എല്ലാ സുന്നത്തും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആർക്കും വലിയ എതിരഭിപ്രായമില്ല. ഓരോ ജീവിതത്തിൽ പാലിക്കേണ്ട, പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ, അങ്ങേയറ്റം പ്രവാചകനെ സ്നേഹിക്കുന്നവരാണെന്ന് പറയുന്നവർ പോലും പ്രവാചകൻ്റെ സുന്നത്ത് പാലിക്കുന്നിടത്ത് എവിടെ? നമ്മുടെ ആ
ചില കാരണങ്ങൾ കൊണ്ട് ചില എല്ലാ സുന്നത്തും ഒരാൾക്ക് പാലിക്കാൻ കഴിയില്ല. കാരണം ഒഴിഞ്ഞിരുന്ന് എൻ്റെ ജീവിതത്തിൽ എല്ലാ പണിയും മാറ്റി വെച്ച് ഒഴിഞ്ഞിരുന്നാൽ പോലും 1000 സുന്നത്ത് പ്രവാചകൻ ഒരു ദിവസം ചെയ്തെങ്കിൽ എന്നെക്കൊണ്ട് 300 400 സുന്നത്തേ എടുക്കാൻ പറ്റും. ചിലപ്പോൾ 100 സുന്നത്തേ എടുക്കാൻ പറ്റും. എല്ലാം പറ്റില്ല. പക്ഷേ കഴിയുന്നത്ര നമ്മൾ പ്രവാചകനെ ഇത്തിബാ ചെയ്യുക. പ്രവാചകൻ എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യുക ഓരോ കാര്യങ്ങൾ. നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് പോലും പറഞ്ഞാൽ എന്താ, സല്ലു ഖമാറമൈ തൂഞ്ഞു സല്ലി, ഞാനെങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടു അങ്ങനെ നിങ്ങൾ നമസ്കരിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചു, ശരിയാണ്. പക്ഷേ നബിദിനാഘോഷം ഏതെങ്കിലും മുൻകാല പ്രവാചകന്മാരുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടൊരാഘോഷം പ്രവാചകൻ പഠിപ്പിച്ചോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയുന്ന സമയത്ത് ഞാൻ ജനിച്ച ദിവസം അന്നും അങ്ങനെ പായസം വെച്ചോ? അല്ലെങ്കിൽ ചെറിയ ചെറിയ ആഘോഷം അന്നും ഉണ്ടായിരുന്നല്ലോ, പാട്ടുപാടലും ചെറിയ ചെറിയ നബിദിനത്തിൻ്റെ ഇന്ന് കാണുന്ന പോലെ ആഘോഷങ്ങളുണ്ടെങ്കിൽ പണ്ട് പെരുന്നാളിനും ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും പണ്ടുണ്ടല്ലോ. ആ സമയത്ത് പോലും പ്രവാചകൻ പറഞ്ഞു ഞാൻ ജനിച്ച ദിവസമാണ് ഒരു പാട്ട് പാടി നിങ്ങൾ ആഘോഷിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ. നമ്മുടെ നാടുകളിൽ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. വ്യത്യസ്തമാണ് ആഘോഷങ്ങൾ. തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇസ്ലാമല്ല. ഇസ്ലാമിന് യാതൊരു പാരമ്പര്യവും ബന്ധവും ഇതിനില്ല. ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ പള്ളിയിലും ഒരുപോലെയാണ് ആകേണ്ടത്. ഇപ്പോൾ ഫർള് നിസ്കാരം ഒരേപോലെ, സുന്നത്ത് നിസ്കാരം ഒരേപോലെ, ദിക്റുകൾ ഒരേപോലെ, സുബ്ഹാനല്ലാഹ് 33 അല്ലാഹു അക്ബർ 33. ഇപ്പോൾ ഒരാൾ പറയാൻ വന്നിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, സാധാരണ ഏതൊരു മനുഷ്യനും മനസ്സിലാകണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ മുഞ്ഞാന്നൊരു ദിവസം ഏതൊരു ബുധനാഴ്ച, സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച ഒരാൾ പറഞ്ഞു, ഒരു ആലിമായ മനുഷ്യൻ, ഉസ്താദായ മനുഷ്യൻ പറഞ്ഞു, ആലിമ് നമുക്ക് പറയാൻ പറ്റില്ല, ആലിമെന്ന് വേണം പറയാം, ആലിം വഴി പേപ്പിക്കുന്നവൻ, ആലിമെന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ളവരെ. അപ്പോൾ അദ്ദേഹം പറയുകയാണ് അന്ന് പ്രത്യേക ഒരു നിസ്കരിക്കണം, കാരണം ഭയങ്കര നജീസിൻ്റെ ദിവസം, ബുധനാഴ്ച അവസാന ദിവസം ബുധനാഴ്ച നജീസ്, അങ്ങനത്തെ ഒരു വിശ്വാസം ഇസ്ലാമില്ല. പക്ഷേ ഈ പണ്ഡിതൻ പറയാം ഭയങ്കര നജീസിൻ്റെ ദിവസം അന്ന് നിസ്കരിക്കണം. കുലുല്ലാഹു ഇത്ര ഓതണം, അലം നസ്ർ സുഹൃത്ത് അല്ല ഇന്നാത്തിനൊക്കെ സുഹൃത്ത്, ഈ സുഹൃത്ത് ഇത്ര ഓതണം. ഇങ്ങനെ ഉണ്ടാക്കുക നിസ്കാരം. നമ്മൾക്ക് നിസ്കാരം ഇപ്പോൾ ഒരാൾ ഇതിലുണ്ടാക്കുമോ? എന്ത് വീട്ടിൽ താമസം നീ പറയുന്നു? നിസ്കാരം ഉണ്ടാക്കുക, ദിക്ർ ഉണ്ടാക്കുന്നു, ദുആ ഉണ്ടാക്കുന്നു, പ്രത്യേകം 100-ലധികം ചെല്ലുന്ന ഒരു ദിക്ർ പ്രവാചകൻ പഠിപ്പിച്ചത്. സഹീഹ് ഹദീസുകൾ വന്നു, ഒരു 100-ലധികം ചെല്ലുന്ന ഒരു ദിക്ർ കാണാൻ വേണ്ടി സാധിക്കില്ല. 100-ലധികം ചെല്ലുന്ന ഒരു ദിക്ർ, അതായത് വിരലുകൊണ്ട് എണ്ണം പിടിക്കുക. ഇപ്പോൾ 10 അപ്പോൾ ഇങ്ങനെ ആക്കി നമ്മൾ പിന്നെ 10 ചൊല്ലി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ബിഹംദിഹി ചൊല്ലി, രാവിലെ ചെയ്യുന്ന ദിക്റുകൾ സുബ്ഹാനല്ലാഹ് ബിഹംദിഹി, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു മുൽക്കു വലഹുൽ ഹംദു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹു ലാ തആല അവൻ ഏകനാണ്, അവൻ പങ്കുകാരില്ല, അവനാണ് രാജാധികാരം, സർവ്വസ്തുതിയും അവനാണ്, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. 100 പ്രാവശ്യം. അത് 1000 എന്ന് പറഞ്ഞു പ്രവാചകനില്ല. അപ്പോൾ പറഞ്ഞെടുത്ത് നമ്മൾ നിൽക്കുക. അധികമായി നമ്മൾ ഭയങ്കരമായി പുണ്യം ആഗ്രഹിച്ച് ചെയ്യുന്നവരാണല്ലോ. പുണ്യമാണോ നിങ്ങൾ ഇതാക്കുന്നത്? തിങ്കളാഴ്ച ദിവസം പല ജാഥയിലും ഈ അടുത്ത കാലത്ത് നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഒരു ജാഥ ഇങ്ങനെ പോകുന്നുണ്ട്, നബിദിനത്തിൻ്റെ ജാഥയാണ്. അപ്പോൾ സുന്നത്ത് നോമ്പുണ്ടെന്ന് തിങ്കളാഴ്ച ദിവസം. അപ്പോൾ ഒരാളെ നിർബന്ധിച്ച് കൊടുക്കാൻ ഇങ്ങനെ മുട്ടായി സുന്നത്ത് നോമ്പിലെ ദിവസം. അപ്പോൾ അയാൾ പോയി എനിക്ക് നോമ്പാണ്. അപ്പോൾ ഇന്ന ദിവസം നോമ്പ്, അത് തിങ്കളാഴ്ച വ്യാഴാഴ്ച സുന്നത്ത് നോമ്പുണ്ടെന്ന് പോലും പല മുസ്ലിങ്ങൾക്ക് അറിയില്ല. പലർക്കും അറിയാത്തവരുണ്ട്, എല്ലാവരും അല്ല, പലർക്കും അറിയാത്തവരുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്ത്. അതുപോലെ എല്ലാ മാസം 12, 13, 14 തീയതികൾ അന്ന് ഈ റബീഉൽ അവ്വൽ ഈ മാസം അന്നാണ് ജാഥ പോലും പായസം കുടിക്കലും ജ്യൂസ് കുടിക്കലും. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഇത് വായിച്ച് ഞാൻ, ഇത് ജാഥ പോകുമ്പോൾ ഇസ്ലാമിക മര്യാദകൾ പാലിക്കണം, കുടിക്കുന്നതിലും തിന്നുന്നതിലും. എന്താ ഇസ്ലാമിക മര്യാദ കുടിക്കുന്നതിൽ പാലിക്കണം എന്ന്? ശരി, എന്താ നമ്മൾ നാടുകളിൽ കാണുന്നത്? തല വെച്ച, തൊപ്പി വെച്ച, താടി വെച്ച പണ്ഡിതന്മാരായ ആളുകൾ നടന്നു പോകുന്നു. ഇതേപോലെ കുട്ടി ജ്യൂസും കൊണ്ട് കുടിച്ച് നടന്നു കൊണ്ടുപോകും, കുട്ടി മുട്ടായി നിന്നുകൊണ്ട് നടന്നു പോകുന്നു, കുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ട് നടന്നു പോകുന്നു, പായസം കുടിച്ചുകൊണ്ട് നടന്നു പോകുന്നു. ഇസ്ലാമിക മര്യാദ എന്താ? എവിടെയെങ്കിലും ഇരിക്കുക, പിശാചിൻ്റെ പെട്ടതാണ് നടന്നുകൊണ്ട് കഴിക്കുക എന്നാണ് നമ്മൾ പഠിച്ചത്. അധികം ആളുകൾ ചെയ്യുന്നില്ല, അത് മറ്റു വിഷയം. പക്ഷേ അവിടെ സുന്നത്തെന്താ? ഇരുന്നു കൊണ്ട് കഴിക്കുക, സമാധാനത്തിൽ കഴിക്കുക, ഓരോന്ന് കഴിക്കുക. എണ്ണ എടുക്കാൻ പറ്റുന്ന ഈത്തപ്പഴം പോലുള്ള സാധനമാണെങ്കിൽ ഒന്നാകെ വായിലിടാതെ ഓരോന്നോരോന്ന് കഴിക്കുക, ബിസ്മി ചെല്ലുക, സാവധാനം ചവച്ചരക്ക് കഴിക്കുക. ഇതൊക്കെ എല്ലാം മര്യാദ. ഇപ്പോൾ ഒരു സഹാബിയോട് ഒരാൾ കളിയാക്കിക്കൊണ്ട് പണ്ട് കാലത്ത് ഒരു സഹാബിയോട് ഒരാൾ ചോദിച്ചു, നിങ്ങളെ പ്രവാചകൻ ബാത്റൂമിൽ പോകുമ്പോൾ ഇല്ല നിയമങ്ങൾ പഠിപ്പിച്ചല്ലേ? അതായത് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചതാണ്. പക്ഷേ അവർക്ക് ഒരു അയ്യപ്പ് തോന്നിയില്ല സഹാബിക്ക്. സഹാബി പറഞ്ഞു അതെ, ഞങ്ങളത് പഠിപ്പിച്ചു. എന്നിട്ട് സഹാബി പറയാം, ബാത്റൂമിൽ പോകുമ്പോൾ ഇടതുകാല് വെക്കണമെന്നും തിരിച്ചു വരുമ്പോൾ വലതുകാല് വെക്കണമെന്നും ബാത്റൂമിൽ ഇരിക്കുമ്പോൾ പോലും ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കണമെന്നും ഞങ്ങളെ പഠിപ്പിച്ചു. ഭാര്യയുമായി ബന്ധപ്പെടുന്നത് നമ്മളെ പഠിപ്പിക്കാത്തത് എന്താ? എങ്ങനെ ഭാര്യയുമായി ബന്ധപ്പെടണം? ആര് ചെല്ലുന്ന ദിക്ർ പോലും പഠിപ്പിച്ചില്ല. ഇപ്പോൾ ഇത്രയും വലിയ ആഘോഷമായി നമ്മൾ ആഘോഷിക്കുന്ന
ഇപ്പോൾ നാടുകളിലൊക്കെ ലൈറ്റിൽ വേണമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്, ഏതോ പണ്ഡിതൻ. അവൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ്, അവൻ്റെ തല ഉദിച്ചത്. നമുക്ക് നമ്മൾ പറയാലോ, പണ്ട് കാലത്ത് നബിദിനത്തിന് എല്ലാ നാട്ടിലും ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് എല്ലാവർക്കും ലൈറ്റും പൊളി ഇട്ടിട്ട് ആക്കലുണ്ടാവും. ഇല്ല, നമുക്കൊന്ന് കാണുന്ന ഒരു ഉസ്താദിൻ്റെ മോനെ ഒന്ന് പറഞ്ഞു. ഞാൻ ഈ അടുത്ത കാലത്ത് നല്ല പ്രകാശത്തിൻ്റെ ഇതാണല്ലോ, അതുകൊണ്ട് ലൈറ്റ് തെളിയിക്കണം, പ്രകാശമാക്കണം, അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പാന്ന് തോന്നുന്നു ഞാൻ കേട്ടത്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ, ഇങ്ങനെ പറഞ്ഞ് തെറി പറയുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ പണ്ഡിതനാണെങ്കിൽ പോലും ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല 9-ാമത്തെ സൂറത്ത് തൗബയിലെ 34-ാമത്തെ വചനം എൻ്റെ ഓർമ്മ. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം ആളുകൾ ജനങ്ങളെ സ്വത്ത് അന്യായമായി തിന്നുന്നു. അവരെ തിന്നുക മാത്രമല്ല കേട്ടോ, ജനങ്ങളെ സ്വത്ത് അന്യായമായി തിന്നുകയും ജനങ്ങളെ ദീനിൽ നിന്ന് അകറ്റുകയും തെറ്റിക്കുകയും ചെയ്യുന്നു. നമ്മൾ ആരെയാണ് കാണുന്നത് അങ്ങനെ? ഏത് വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരെ നമ്മളങ്ങനെ കാണുന്നത്? ഇവരെന്താ? ഇപ്പോൾ ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ വീട്ടിലേക്ക് 2 പണ്ഡിതന്മാർ വന്നു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പോയി. പിന്നെ ഒരുപാട് ചർച്ച ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ ഒരു ബന്ധത്തിൽ, അപ്പം നമുക്കറിയാം നമുക്ക് ആദർശത്തിൻ്റെ ഒരു ധൈര്യവും ഒരു ഇതൊക്കെ പഴയ കാലത്ത് ഫസ്റ്റ് കാലത്ത് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദ് മൗലൂദ് കിതാബുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദ് സൂറത്ത് ബഖറയിൽ ഇങ്ങനെ ഒരു വചനമില്ലേ? സൂറത്ത് ബഖറയിലെ മധ്യഭാഗത്താണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ. അപ്പോൾ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കുകയും എന്നിട്ട് ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് പറയുകയും ചെയ്യുന്നവർക്ക് നാശം. അവരെഴുതിയ വകയിലും സമ്പാദിച്ച വകയിലും. ഉസ്താദ് മൗലൂദ് കിതാബ് എഴുതുകയും ഇത് പൈസ ഉണ്ടാക്കുകയും വായിക്കുകയും ചെയ്യുന്നു. ഇത് ഭയങ്കര പുണ്യമായെന്ന് നിങ്ങൾ പറയുന്നു, പുണ്യമാണെന്ന് പറയുന്നു. ഇത് ചെയ്യുന്നവരെ കുറിച്ചല്ലേ ഈ പറഞ്ഞത്? യഥാർത്ഥത്തിൽ ജൂതന്മാരെയും ക്രൈസ്തവരെയും കുറിച്ച് ആ കാലകാലത്ത് അവർ അങ്ങനെ ചെയ്തിരുന്നത് കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ വിശദമായ അതിൻ്റെ തഫ്സീൽ പണ്ഡിതന്മാർ പറയുന്നു, ഇതാർക്കും അത് ബാധകമാകും. എങ്ങനെ ചെയ്യുന്നു? ഏതൊരു മുസ്ലിമാണ് ചെയ്യുന്നതെങ്കിലും ഓനിക്കും അത് ബാധകമാവും. ഈ ആയത്ത് സൂറത്ത് ബഖറയിലായത്ത്. അപ്പോൾ ഉസ്താദ് ഞാൻ ഒരുപാട് കാലം ദർസിലൊക്കെ പഠിച്ച് കിതാബൊക്കെ നടത്തി കൊടുക്കുന്നതാണ്, ഞാനത് കുറച്ചും കൂടി ഒന്ന് പഠിക്കട്ടെ അതിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ പേടിക്കണ്ടില്ല, അതങ്ങനെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കുക. നമുക്ക് ഉറപ്പല്ലേ ഇവർ എഴുതിയുണ്ടാക്കിയ നമ്മളെ കിതാബുകൾ ഈ ഒരു ഈ മാസത്തും പ്രത്യേകമായി പാരായണം ചെയ്യാൻ കൽപ്പിക്കുകയും പറയുകയും എന്നിട്ട് അതിന് പ്രത്യേക പുണ്യമുണ്ടെന്ന് പഠിപ്പിക്കുകയും, പിന്നെ ഇതെന്താ, ഇത് തെറ്റല്ലെങ്കിൽ, ഇത് ശരിയാണെങ്കിൽ വേറെ മൗലൂദ് ഉണ്ടായിക്കൂടെ? എത്ര ഉണ്ടാക്കി? 300 വക, 400 വക, 4000 വക അങ്ങനെ ഉണ്ടാക്കി ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി. ഒരുപാട് എൻ്റെ സ്വന്തം കൈകളുണ്ട് ഇതുണ്ടാക്കി. ഇത് പുണ്യമാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയാണ്. എല്ലാ സംഘടനക്കും, എല്ലാ നാട്ടിലും, എല്ലാ സ്ഥലത്തും, കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തും ഒരുപോലെ. പല സ്ഥലത്ത് നമ്മളിത് കാണുന്ന വ്യത്യസ്തമായ രീതിയിലാണ്. ചെണ്ടകൊട്ടും മാളവും പാട്ടും കളിയും. സംഗീതത്തിൻ്റെ വിദ്യ എന്താ ഇസ്ലാമിൽ? സംഗീതത്തിൻ്റെ അകമ്പടിയോടെ പാട്ട് വെച്ച് ജാഥ പോകുന്നവരില്ലേ? നമ്മളെ നാട്ടിലെത്തിയിട്ടില്ല, എത്തും. കാരണം ഓരോന്നും ഇങ്ങനെ പഠിക്കാണല്ലോ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? സംഗീതത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ വിധി എന്താ? സൂറത്തുൽ ലുഖ്മാൻ എൻ്റെ ഓർമ്മ, ലുഖ്മാൻ 6-ാമത്തെ ഒരു വചനം. അത് വാദ്യോപകരണങ്ങളെ കുറിച്ച് അത് നിശ്ചിതമാണെന്ന് യാതൊരു സംശയമില്ല. അതുപോലെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ ഫുആദു വൽ റിജ്സും മിൻ അമലി ശൈത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല. ആ ഭാഗത്ത് ഭാഗ്യം വെച്ചുള്ള അമ്പുകൾ ഉപയോഗിച്ച് ഭാഗ്യം നോക്കലും, ലോട്ടറി, ചൂതാട്ടം, അവിടെയാണ് പറഞ്ഞത് വാദ്യോപകരണ വസ്തുക്കളെ സംബന്ധിച്ച്. ലോട്ടറിൻ്റെ കൂടെ പലിശൻ്റെ കൂടെ ലോട്ടറിൻ്റെ കൂടെ ഒക്കെ പറയാമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താ ഭാഗം. അതാ വാദ്യോപകരണങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ചെണ്ടമേളൊന്നും പല ആഘോഷങ്ങൾ ഇപ്പോൾ പലതും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറി വരുന്നതിന് എന്തുകൊണ്ടാണ്? മാറി വരുന്നതന്നെ അത് ദീനിലില്ലല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ഓരോ നാട്ടിലും വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ട്, ദീനിലില്ല. ഇപ്പോൾ ഞാൻ പറയും സുബഹി പള്ളിക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെ, ലൂറിന് പള്ളിക്ക് സുന്നത്ത് നിസ്കാരം ഒരുപോലെ. ഇപ്പോൾ കൂട്ടുപ്രാർത്ഥന ചുരുങ്ങി ചില വിധത്തുകളുണ്ട്. ചില പള്ളിയിൽ 10 സലാത്ത് ചെല്ലുന്ന അത് വിധത്താണ്. ചില പള്ളിയിൽ സലാത്ത് ഉണ്ടാവില്ല, ദുആ ചെയ്തിട്ട്. ചില പള്ളിയിൽ ദുആ ഇല്ല. അങ്ങനെയൊക്കെ ചില വ്യത്യാസം. പക്ഷേ അധികമായി നമ്മൾ കാണുന്ന ഒന്നാണ്. പക്ഷേ ഈ ആഘോഷം, നബിദിനാഘോഷം, അതുപോലെ ബർത്ത്ഡേ ആഘോഷം, എന്തുകൊണ്ടാണ് ബർത്ത്ഡേ ആഘോഷത്തെ എതിർത്തത്? ഇപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി വന്ന് ഇപ്പോൾ ഇടം വരെ എത്തി. നമുക്കറിയാം ഇടം വരെ എത്തി. എന്തുകൊണ്ട് ചില നല്ല ആലിമികൾ, നല്ല പണ്ഡിതന്മാർ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പുതിയ ആഘോഷങ്ങൾ വരുമ്പോൾ എതിർക്കുന്നു ചോദിച്ചാൽ ഇതിവിടം കൂടെ തീരില്ല. ഇത് പിടുത്തം കിട്ടൂല. പിന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ അടുത്ത് വന്ന ഒരു
അത് വെഡ്ഡിങ് ആനിവേഴ്സറി, അതിൻ്റെ ആഘോഷത്തിനെല്ലാം ഓടി വിളിച്ച് കൂട്ടി വലിയ പരിപാടിയാക്കി ലക്ഷക്കണക്കിന്, ഞങ്ങൾക്കൊന്നും ഒരു 10 ലക്ഷം ഉറുപ്പിക മുടക്കിയിട്ടുണ്ടാവും. പാട്ടും കളിയും ഓരോ പ്രത്യേക അണിച്ചൊരിക്കലും പുതിയ പോലെ എത്രാമത്തെ 50ാമത്തെ അതിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി. എന്നിട്ട് പ്രത്യേകമായിട്ട് ഇതാക്കലും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യലും അതിൻ്റെ കമൻറ്റ് കേൾക്കലും വായിക്കലും തന്നെ ഒരു ദിവസം അന്നത്തെ ഒരാഴ്ച പോയി ഇതിൻ്റെ ഒരുക്കവും കാര്യങ്ങളായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് കണ്ടിട്ട് മറ്റവൻ ചെയ്യും, ഇത് കണ്ടിട്ട് മറ്റവൻ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് വരുമ്പോൾ എൻ്റെ തലമുറ കഴിഞ്ഞ് പിന്നെ തലമുറ കഴിഞ്ഞ് പിന്നെ തലമുറ വരുമ്പോൾ എന്താ പറയുക, അതെല്ലാം സുന്നത്തന്നെ, നല്ല കാര്യമാണ്. എൻ്റെ ഉപ്പൂപ്പ വരെ ചെയ്യുന്നുണ്ടല്ലോ, എൻ്റെ ഉപ്പാൻ്റെ ഉപ്പാനും ചെയ്ത് ഞാൻ കണ്ടില്ല എന്നാവും പറയാം. അപ്പോൾ ഞങ്ങളെ കാരണന്മാരെല്ലാം ഇങ്ങനെ ചെയ്ത് അതൊക്കെ ദീനിൽ സ്ഥിരപ്പെട്ട പോലെയായി. പിന്നെ അങ്ങനെ ഓരോ വിധത്ത് കൊണ്ടുവരുമ്പോൾ ഓരോ പുതിയ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കൊണ്ടുവരുമ്പോൾ അങ്ങനെ ബർത്ത്ഡേ ആഘോഷമാണെങ്കിലും ഇപ്പോൾ നമുക്കൊരു ബർത്ത്ഡേ ഒരു പായസം വെച്ച് കുടിക്കണം, കുടിച്ചോ, ഏതെങ്കിലും ദിവസം പായസം വെച്ചോ കുടിച്ചോ, അപ്പുറം ഇപ്പുറം പെറുക്കെല്ലാം കൊടുത്തോ, ഒരു പ്രശ്നമില്ല. എന്താ പ്രത്യേകമായ ഒരു ദിവസം തന്നെ തിരഞ്ഞെടുത്ത് ആ ദിവസം തന്നെ ആക്കി എല്ലാ വർഷവും എല്ലാവരും വിളിച്ച് പായസമാക്കി അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുത്ത് അപ്പോഴല്ല ഒരു ആഘോഷമായി മാറുന്നത്, അപ്പോഴല്ലേ സ്ഥിരമായിട്ട് മാറുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് വളരുന്ന കുട്ടി എന്താ വിചാരിക്കും, അത് നല്ല കാര്യം തന്നെ, പുണ്യം തന്നെ. ഒരു പുണ്യമില്ല. എപ്പം ഒരു പായസം വെച്ച് കൊടുക്കുന്നത് നമുക്ക് പ്രശ്നമില്ല, കൊടുത്തോട്ടെ. പ്രത്യേക ഒരു ദിവസം തിരഞ്ഞെടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ അതല്ലേ ബിദഅത്തെന്നോ. എല്ലാ കുത്തുബുകളിലും പല കുത്തുബുകളും നമ്മൾ കേൾക്കാറുണ്ട്. അറബ് കുത്തുബുകളിലൊക്കെ കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല വകുല്ല ദലാലത്തിൻ ഫിന്നാർ. എല്ലാ പുതിയതായി ഉണ്ടാക്കപ്പെട്ടതും വൈകേടുകളാണ്, എല്ലാ വൈകേടുകളും നരകത്തിലേക്കാണ്. എല്ലാ പുതിയതായതും വൈകേടുകളാണ്, എല്ലാ വൈകേടുകളും നരകത്തിലേക്കാണ്. പുതിയതായി ഉണ്ടാക്കുന്നതല്ല, വകുല്ല മുഹ്ദസത്തിൻ ബിദ്അത്തായി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല കാര്യമാണ്. പല സംവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ, പല ചർച്ചകളും. അപ്പോൾ അതിലൊക്കെ നമ്മൾ പൂർണ്ണമായി വീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് തോന്നും ഇവരെന്താ തെളിവ് പറയാന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും തെളിവുണ്ടാകും. ഖുർആനിൽ പച്ചയായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജനനം സന്തോഷകരമാണെന്ന് പറഞ്ഞില്ലേ, സന്തോഷിച്ചൂടെ? അപ്പോൾ നമ്മൾ ഏത് പുസ്തകം ആയത്ത് ഓതിയിട്ട് വിശദീകരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആയത്ത് ഓതിയിട്ട് ഇപ്പോൾ നമുക്ക് പറയാം, അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ ആയത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ആയത്ത് വിശദീകരിച്ച പണ്ഡിതനായി ഏത് സഹാബി അങ്ങനെ പറഞ്ഞു, ഏത് താബി അങ്ങനെ മനസ്സിലാക്കി, ഏത് സഹാബികൾ അങ്ങനെ മനസ്സിലാക്കി, ഏത് സഹാബികൾ അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് അത് അങ്ങനെ മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അമൽ ചെയ്തു. നമ്മൾ വിചാരിക്കും പോലെയല്ല. സഹാബികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഹദീസിൻ്റെയൊക്കെ പാരമ്പര്യം അതിൻ്റെ സനദും രേഖപ്പെടുത്തലും എല്ലാം രേഖപ്പെടുത്തി കൃത്യമായി വെച്ചിട്ടുണ്ടല്ലോ. ചില പണ്ഡിതന്മാർ വായിക്കുമ്പോൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലേ ഉള്ളൂ. പക്ഷേ അവർ സൂറത്ത് ബഖറ പഠിക്കാൻ 2 വർഷം എടുത്തു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചില സഹാബികൾ ചെയ്ത അബൂബക്കർ എൻ്റെ ഓർമ്മ ഒരുപാട് വർഷം എടുത്തിട്ട് ഒരു സുഹൃത്ത് പഠിക്കുന്നത് വെച്ചാൽ അവർ ഒരു സംഭവം പഠിക്കുമ്പോൾ അവർ അമലാക്കും. അത് ജീവിതത്തിൽ അമലാക്കിയിട്ടാണ് അവർ പിന്നെ അടുത്ത് പഠിക്കുക. അത്രയും കാര്യങ്ങൾ പഠിക്കുന്നവർ ഈ ആഘോഷങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് അമലാക്കിയില്ല? സഹാബികൾ, താബികൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും കർണിയും സുമ്മല്ലദീന യലൂനഹും. ഉത്തമമായ തലമുറ എൻ്റെ തലമുറയാണ്, പിന്നെ അതിനെ തുടർന്ന് വരുന്ന ആ ഉത്തമമായ 3 തലമുറക്ക് മനസ്സിലാകാത്ത ആയത്ത് ഇന്നത്തെ മുന്നാന്ന് വന്ന ഉസ്താദിന് എങ്ങനെ മനസ്സിലായി? ഭയങ്കര പണ്ഡിതനാണ്. അപ്പോൾ ഇയാളാണ് വലിയ പണ്ഡിതൻ എന്നാണ് വിചാരിക്കേണ്ടതല്ല. ഇത് മന്ദബുദ്ധി, ഇയാൾക്കൊന്നും അറിയില്ല. സഹാബികൾ മനസ്സിലാക്കിയില്ല, താബികൾ മനസ്സിലാക്കിയിട്ടില്ല. ഹിജ്റ 500 ശേഷമല്ലേ ഈ മുളഫർ രാജാവിൻ്റെ കാലത്തല്ലേ ഇതാഘോഷമുണ്ടാക്കിയത്. എത്ര സുന്നി പണ്ഡിതന്മാർ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എത്ര കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അത് മൗലൂദ് ആഘോഷം മുമ്പ് പതിവില്ലാത്തതാ, പിന്നീട് ഇതിൽ വന്നതാണ്, പാടിയിട്ടില്ല, എഴുതിയിട്ടില്ല. അപ്പം അത്ര കണ്ട് കോരിശത്തോടെ ഇപ്പോൾ ചെയ്യുന്നതെന്താ? എന്തെങ്കിലും ആരെങ്കിലും എതിർത്ത് പറയുമ്പോൾ പിന്നെ അധികം ചെയ്യാൻ ആർക്കൊന്നുമില്ല. നമ്മളെ പരലോകം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട്, ബുദ്ധി പണയം വെക്കരുത്. ഒരാളെ മുമ്പിലും, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മുമ്പിലും, ഒരു പണ്ഡിതൻ്റെ മുമ്പിലും ബുദ്ധി പണയം വെക്കരുത്. നമ്മളെ തലച്ചോറ് കൊണ്ടുപോയിട്ട് അവരെ കാലിലടിക്ക് വെക്കരുത്. കാരണം മനുഷ്യൻ സ്വന്തമായി ചിന്തിക്കാനുള്ള സ്വന്തം കൈവനിക്ക് ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ എത്ര സ്ഥലത്ത് അല്ലാത്ത സ്വന്തം ചോദിച്ചു നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? ഒട്ടകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള സ്വന്തം അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇല സ്സമാഇ കൈഫ റുഫിയത് വഇലൽ അർളി കൈഫ സുതിയത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിയത് വദക്കിർ ഇന്നമാ അൻത മുദക്കിർ. നമുക്കറിയാം ആ ഭാഗം. അപ്പോൾ അവിടെ ഒട്ടകത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. ആ ഭൂമിയെ വിധാനിച്ചത്, ആ പർവ്വതങ്ങളെ വിധാനിച്ചത്, ഒട്ടകത്തെ വിധാനിച്ചത്, അതൊക്കെ ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കുന്നില്ലേ? മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ അതുപോലെ മറ്റൊരു സൂറത്തിൽ കുതിരകൾ സംബന്ധിച്ച് പറഞ്ഞില്ല, കുതിരകൾ തന്നെയാണ് സത്യം.
അതെങ്ങനെ തീപ്പൊരി പാറിപ്പിച്ചുകൊണ്ട് ഈ കുതിരകൾ എന്താക്കുന്നുണ്ട്, പോകുന്നുണ്ട് ഈ ശത്രു സംഘത്തിൻ്റെ മുമ്പിലേക്ക് പൊട്ടിപ്പടലം ഇറക്കി വിട്ടിട്ട്. സുബഹ് പ്രഭാതത്തിൽ വസന്നബീനൊക്കെ അവസ്ഥത്തിൻ്റെ ബീജമ്മ ഇന്നൽ ഇൻസാൻ റബ്ബിൽ അക്കനൂദ്. എൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം ഇന്നൽ ഇൻസാൻ റബ്ബിൽ അക്കനൂദ്. ഈ ഒട്ടകത്തെ കുതിരകളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അല്ല, ഒട്ടകമല്ല കുതിരകളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം ഇന്നൽ ഇൻസാൻ റബ്ബിൽ അക്കനൂദ്. തീർച്ചയായും മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെ. എന്താ അത് മനസ്സിലാക്കുന്നത്? ഈ കുതിരക്ക് കൊടുക്കുന്നത് എന്താ വെച്ചാൽ മനുഷ്യന്മാർ കൊടുക്കുന്നത് ലേശം വെള്ളവും ലേശം മുതയും ലേശം എന്തെങ്കിലും വെള്ളം പാനീയം എന്തെങ്കിലും തിന്നാനും മാത്രം. എന്നിട്ട് അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇത് ഇത്രയും ചെയ്യുന്നത്. ശത്രുസംഘത്തിന് നേരെ മുറിവേക്കും, മരിച്ചു വീഴും, അത് പോവുക ആ നന്ദി. അതുപോലും മനുഷ്യനില്ലാതെ പോയോ പലപ്പോഴും, അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവരായി പോയോ നമ്മൾ. അത് നമ്മൾ ചിന്തിക്കുക, നമുക്ക് ബുദ്ധിയെന്ന് ചിന്തിക്കാൻ നമ്മൾ ചിന്തിക്കുക. ആ ഉസ്താദ് പറയുമ്പോൾ ആ ഉസ്താദ് ഭയങ്കര അറിവുള്ളത് കൊണ്ടല്ല പറഞ്ഞത്, പക്ഷെ എന്തുകൊണ്ട് മുൻകാല പണ്ഡിതന്മാർ ചെയ്തില്ല? പഴയകാല സഹാബികൾക്ക് എന്തുകൊണ്ട് ആയത്ത് മനസ്സിലായില്ല, ഹദീസ് മനസ്സിലായില്ല? ഹദീസ് ഇല്ല, ആയത്തില്ല. പണ്ട് കാലത്തൊക്കെ പറഞ്ഞ് പിന്നെ അബൂജഹലിൻ്റെ ഒരു സംഭവം പറയാറുണ്ട്. കയ്യിലൂടെ വെള്ളം വന്ന് ആദിമസ്ത്രീയെ മോചിപ്പിച്ചിന്. അബൂജഹൽ ഇവരെ ആഘോഷിച്ചിന് നബിൻ്റെ ജന്മം. പിന്നെ ഇപ്പം അത് പറയുന്നില്ല, ആളുകൾക്ക് മനസ്സിലായി. അത് പറഞ്ഞാൽ നടക്കില്ല, അത് വേറെ പറയാം. അങ്ങനെ ഓരോന്ന് മാറി മാറി പറയാൻ കഴിഞ്ഞു. അപ്പോൾ ഓരോന്ന് പറയുമ്പോഴും ആയത്തോതുമ്പോഴും ഹദീസ് ഉദ്ധരിക്കും, ഈ ഹദീസും ഈ ആയത്തും എന്തുകൊണ്ട് സഹാബികൾക്ക് താബികൾക്ക് മനസ്സിലായില്ല? അതുപോലെ 4 മദ്ഹബിൻ്റെ ഇമാമുകൾ നമുക്കറിയാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഷാഫി ഇമാം, ഹനഫി ഇമാം, ഹംബലി ഇമാം. ഷാഫി ഇമാമിന് എത്ര ഗ്രന്ഥമുണ്ട്. അവരാരെങ്കിലും തൻ്റെ ഗ്രന്ഥത്തിൽ മൗലിദ് ആഘോഷത്തെക്കുറിച്ച് ചർച്ച പോലുമില്ല. ഞാൻ സാധാരണ നമുക്ക് വലിയ ഇതില്ല ആളില്ല, നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞാൽ കേട്ടോ. അതായത് നമ്മൾ സാധാരണ പണ്ഡിതന്മാർ ഒരിക്കലും കേൾക്കരുത്. നമ്മൾ കേൾക്കുമ്പോൾ വലിയ വലിയ പണ്ഡിതന്മാരുടെ പ്രഭാഷണം, ഹാഫിലിങ്ങളും അല്ലെങ്കിൽ വലിയ വലിയ പണ്ഡിതന്മാരുടെ ലോകപ്രശസ്തരായ വലിയ വലിയ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ട് നോക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ശരിയാണെന്ന്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മളെ ബുദ്ധി കൊണ്ടുപോയിട്ട് പണ്ഡിതന്മാരുടെ മുമ്പിൽ പണയം വെക്കരുത്, ഒരാളെ മുമ്പിൽ പണയം വെക്കരുത്, രാഷ്ട്രീയ നേതാവിൻ്റെ മുമ്പിൽ പണയം വെക്കരുത്. അപ്പോൾ ഒരു ഇമാം പറഞ്ഞൊരു സംഭവം, അദ്ദേഹം പറയാണ്, പ്രവാചകൻ്റെ ഖബറുണ്ടാകും മദീനയിൽ, ആ ഖബറിൻ്റെ അടുത്ത് അദ്ദേഹം പറയാണ്, എല്ലാവർക്കും തെറ്റ് പറ്റും. ഏതൊരു മനുഷ്യനാണോ ചിലപ്പോൾ തെറ്റ് പറ്റും, ചിലപ്പോൾ അബദ്ധം സംഭവിക്കും. പക്ഷേ ഈ മനുഷ്യനൊക്കെ, ഈ പ്രവാചകന് തെറ്റ് പറ്റില്ല. കാരണം എന്താ? പ്രവാചകൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സംസാരിക്കുന്നത് പോലും. ഇപ്പോൾ ചില ആൾ പറയാറുണ്ട്, ചില സുന്നത്തുകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗൗരവം എന്താ? ചില വിധത്തുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക സുന്നത്താണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഉണ്ടാക്കുക, ഇത് ഇത്ര ചൊല്ലിക്കോ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടൊരു വീഡിയോ. അപ്പോൾ അതിലൊരു ആൾ പറയാം, പ്രയാസമുണ്ട്, വിഷമമൊക്കെ മാറാൻ ഇന്നത്തെ ഇത്ര ചെല്ല, ഇന്നത്തെ തസ്ബീഹ് 4000 ഇത്ര കേട്ടോ. ഇതാരാ പറഞ്ഞത്? ഓൻ്റെ തൊള്ളേനെ തെളിവ് വേറെ എന്തിയാ? ഇപ്പോൾ വലിയ പണ്ഡിതനല്ലേ, അങ്ങനെ പറയാൻ പാടില്ല. വലിയ പണ്ഡിതൻ, ആലിമാണ്. ഏതൊരു ആലിമിനും ചിലപ്പോൾ, ഏതൊരു പഠിച്ചവനിക്കും ചിലപ്പോൾ തെറ്റ് പറ്റും. പ്രവാചകൻ്റെ വാക്കിന് തെറ്റ് പറ്റില്ല. കാരണം പ്രവാചകൻ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഒരു പ്രവാചകന് പോലും ഇതിൻ്റെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി പറയാണ്, പ്രവാചകരെ താങ്കളെങ്ങാനും ഇതിൻ്റെ ഒരു കാര്യം കൂട്ടിച്ചേർത്താൽ താങ്കൾ വലത് കൈ കൊണ്ട് പിടികൂടി ഞാടിഞ്ഞേരം മുറിച്ച് കളയുകയും ചെയ്യും. വലത് കൈയാലും അങ്ങനെ ആക്കിയല്ല, അള്ളാഹുവിൻ്റെ കൈ എന്ന് വെച്ചാൽ എങ്ങനെ നമുക്കറിയില്ല. പക്ഷെ ഞാടിഞ്ഞേരം വെച്ചാൽ ഇത് പിടികൂടുകയും ചെയ്യുന്നു. അപ്പോൾ പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിനെ കാണുന്നു, കേൾക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ കൈ, അള്ളാഹുവിൻ്റെ വലത് കൈ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ ഹദീസിൽ കാണുമ്പോൾ അത് എങ്ങനെയെന്ന് ചോദിക്കുന്ന പോലും ബിദഅത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തക്ക് അതീതമാണ്, നമുക്കറിയില്ല. നമ്മൾ ചിന്തിക്കുക, അങ്ങനെ ചിന്ത വരുമ്പോൾ തന്നെ നമുക്ക് അല്ലാഹു സുഹൃത്ത് പാരായണം ചെയ്താൽ മതി. അതുപോലെ പ്രവാചകന് പോലും ഇതിലൊരു കാര്യം കൂട്ടാൻ പാടില്ല. പിന്നല്ലേ ബാക്കിയുള്ള ആളുകൾക്ക് സുന്നത്താണ്, നല്ലതാണ്, പുണ്യമുള്ള, നല്ലതല്ല ഇത് കൂട്ടാൻ പ്രവാചകന് പാടില്ല. പിന്നെ ബാക്കി ആൾക്ക് പറ്റുമോ? ചിന്തിക്കുക, നമ്മൾ ഓരോന്നും നല്ല ആലോചിക്കുക, ചിന്തിക്കുക. ഒരുപാട് മാറി ചില ആളുകൾക്ക് പറയാറുണ്ട്, എന്തിയെ ഞാനിതിപ്പോൾ ഒരുപാട് ആളുകൾ കേട്ടു, മുജാഹിദിൻ്റെ കേട്ടു, സുന്നികളെ കേട്ടു, ഹനഫികളെ കേട്ടു, പിന്നെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ കേട്ടു, നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഏത് ശരി ഏത് തെറ്റ്. അത് ചിലപ്പോൾ പറയുന്ന ആളുകളുടെ ഇഖ്ലാസിൻ്റെ കുറവ്, കേൾക്കുന്ന പണ്ഡിതൻ നല്ല നല്ല പണ്ഡിതന്മാരുടെ കേൾക്കുക. അതുപോലെ നിരന്തരമായി പ്രാർത്ഥിക്കുക, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഈ ഫാത്തിഹയൊക്കെ മനസ്സറിഞ്ഞ് അർത്ഥറിഞ്ഞ് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിരന്തരമായി ഖുർആൻ്റെ പരിഭാഷ വായിക്കുക.
അത് ഏത് ഭാഗത്തിൽപ്പെട്ടായിക്കോ അതിൻ്റെ കോട്ടിങ് ഒരുപാട് വ്യാഖ്യാനം എഴുതിയ വായിക്കണ്ട, നേർക്ക് നേരെ പോയി ഭാഷ നെറ്റിൽ ഡൗൺലോഡ് ആക്കാലോ, വായിക്കാലോ, പഠിക്കാലോ. ഒരുപാട് സൗകര്യങ്ങൾ ഇന്ന് എത്ര കണ്ട് ആളുകൾ പഠിക്കാനും മനക്കാടാനും ബാക്കോട്ട് നിൽക്കുന്നു, അത്ര കണ്ട് സൗകര്യങ്ങൾ വർദ്ധിക്കും. ഇന്ന് നമ്മളെ വിരൽത്തുമ്പിലാണ് എല്ലാ വിദ്യാഭ്യാസവും, വിരൽത്തുമ്പിലാണ്. പഠിക്കുന്ന ഖുർആൻ്റെ പരിഭാഷ വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, പണ്ഡിതന്മാരെ വോയിസ് കേൾക്കുക, പ്രസംഗം കേൾക്കുക, വീഡിയോ കാണുക, ഓഡിയോ കേൾക്കുക, ഒക്കെ സൗകര്യങ്ങൾ അധികം ഉണ്ട്. പക്ഷെ നമ്മളെ പഠനം ബാക്കോട്ട്. ഒരു ആയത്ത് പഠിച്ചാൽ ഒരു വല്യഹു അന്നി വലുവായ ഒരായത്തും നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, പ്രവാചകൻ സ്വലാസ്ലം പറഞ്ഞു. അപ്പോൾ അതുപോലെ പ്രവാചകന് പോലും ഇതിൻ്റെ ഒരു കാര്യമുണ്ടാകും, പിന്നെയുള്ള പണ്ഡിതന്മാർക്ക് അതുപോലും ഗൗരവമായിട്ടാണ് കാണുന്നത് സ്വന്തം. അപ്പോൾ ഒരാളിങ്ങനെ ചെയ്യുന്ന ഒരാളെ പ്രവൃത്തി എന്താ അവൻ പറയുന്ന ബാധിക്കുന്ന എന്താ, എന്തുകൊണ്ട് അത്ര വലിയ തെറ്റാന്ന് ഒരാൾ നല്ലതല്ലേ സുബ്ഹാനല്ലാഹ് ചെല്ലാനല്ലേ പറഞ്ഞിട്ടു, അൽഹംദുലില്ലാഹ് ചെല്ലാനല്ലേ പറഞ്ഞിട്ടു, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന് കൃത്യമായി ചെയ്യണം എന്നല്ലേ പറഞ്ഞിട്ടു എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടൊന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ പ്രവാചകൻ വഞ്ചന കാണിച്ചു വഹിയിൽ എന്നാണ് അവൻ വിചാരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ അവൻ പറയുന്നില്ലെങ്കിൽ അതങ്ങനെ അവൻ്റെ ആ പ്രവൃത്തി കാണിക്കുന്നത് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട്. പ്രവാചകൻ പറഞ്ഞെന്താ, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുന്ന യാതൊരു കാര്യവും ഞാൻ വിട്ടിട്ടില്ല പറയാതെ, സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന യാതൊരു കാര്യവും ഞാൻ പറയാതെ പഠിപ്പിക്കാതെ വിട്ടിട്ടില്ല. സഹാബികൾ പറഞ്ഞില്ലേ, ഒരു പറവ പാറിപ്പോകുന്നെങ്കിൽ അതിൽ നിന്ന് ഒരു കാര്യം ഞങ്ങളെ പഠിപ്പിക്കാതെ പ്രവാചകൻ വിട്ടില്ലെന്ന്. വര വരച്ചിട്ടൊരിക്കൽ പ്രവാചകൻ പഠിപ്പിച്ച രീതികൾ പല വ്യത്യസ്തമായ രീതിയിൽ പ്രവാചകൻ പഠിപ്പിച്ചു. അതിൽ വര വരച്ച പ്രവാചകൻ ഒരു വര വരച്ചു സഹാബികളുടെ മുമ്പിൽ വെച്ച്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വരകൾ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ആദാ സിറാത്തുൽ മുസ്തഖീം, ഇതാകും നേരായ ഭാഗം, ഈ ഭാഗത്തിലൂടെ നിങ്ങൾ ചിന്തിച്ചിരിക്കണം എന്ന് വര പഠിപ്പിച്ചു. അതുപോലെ പഠിപ്പിച്ച രീതികൾ പ്രവാചകൻ സഹാബികളിൽ കൂടിയിരിക്കുമ്പോൾ ഇങ്ങനെ ചന്ദ്രൻ്റെ പ്രകാശം, ചന്ദ്രൻ്റെ ആ വെളിച്ചത്തിങ്ങനെ കാണുന്നു. അപ്പോൾ ആളുകൾ ഇങ്ങനെ ആ വെളിച്ചിങ്ങനെ സഹാബികളൊക്കെ കാണുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ആ ചന്ദ്രൻ്റെ വെളിച്ചം നിങ്ങൾ കണ്ട പൂർണ്ണ ചന്ദ്രനെ കാണുന്നില്ലേ നിങ്ങൾ, അതേപോലെ നിങ്ങൾ നാളെ പരലോകത്ത് അള്ളാഹുവിനെ കാണും. ഇത് പഠിപ്പിച്ച ഒരു മനുഷ്യൻ, ഇത് കേട്ട മനുഷ്യൻ ഒരിക്കലും മറക്കില്ല ആ പ്രവാചകൻ്റെ രീതി. പ്രവാചകൻ എന്ന അധ്യാപകൻ എന്ന വിഷയത്തിൽ ഞാൻ മുമ്പൊരു സംസാരം നടത്തിയിട്ടുണ്ട് എൻ്റെ മറ്റൊരു ചാനലിൽ. അപ്പോൾ അത്രക്കും പഠിപ്പിച്ച പ്രവാചകൻ. ഒരു സ്ഥലത്ത് സഹാബികൾ തീ കൂട്ടി, എല്ലാ കാര്യം തീ കൂട്ടുമ്പോൾ ഉറുമ്പ് ചാലു വന്ന സ്ഥലം. പ്രവാചകൻ പെട്ടെന്ന് വന്ന് എല്ലാം അണക്കാൻ പറഞ്ഞു. ഒരു ഉറുമ്പിനെ പോലും ഒതുക്കരുത്, നിങ്ങൾ കാരണം മരിക്കാനിടയാവരുത് ആ ഉറുമ്പ് കത്തിച്ചിട്ട്. എല്ലാ കാര്യം നമുക്ക് പഠിപ്പിക്കുക. എന്നിട്ട് നമ്മൾ പറയാം, നമ്മൾ ഇതുണ്ടാക്കിയിട്ട് ഇതാ നല്ലത്, ഇത് ചെയ്താൽ നല്ല കൂലി കിട്ടും, ഇങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെയല്ല, പ്രവാചകനെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. പ്രവാചകൻ്റെ വചനങ്ങൾ, അതുപോലെ സഹാബികൾ എങ്ങനെ മനസ്സിലാക്കി, താബികൾ എങ്ങനെ ഉൾക്കൊണ്ടു, സഹാബികൾ പറഞ്ഞിട്ടുണ്ടോ, പ്രവാചകനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ, അഗാധമായി പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുക. പ്രവാചകനെ ഇതാക്കിയിട്ട് അധികരിച്ചിട്ട് ആരാധിക്കുന്ന ആളുകളുണ്ട്, പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ. അങ്ങനെയല്ല, പ്രവാചകൻ അബുദാണ്, അടിമയാണ്. കാരണം ഇസ്രാ മിറാജ് യാത്ര കഴിഞ്ഞ് വന്ന സംഭവം നമുക്കറിയാം. ഇസ്രാ മിറാജ് ഏറ്റവും വലിയ സംഭവം, പ്രവാചകൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ അത്ഭുതം. ഒരൊറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് പോയി, അവിടെ നേരെ ആകാശാരോഹണം നടത്തി 7 ആകാശങ്ങൾ പോയി, അവർ അള്ളാഹിൻ്റെ അർശിൻ്റെ അരികെ വരെ എത്തി. പ്രകാശമല്ലേ എങ്ങനെ കാണാമെന്ന് പറഞ്ഞൊരു ഹദീസ് പ്രസക്തമാണ്. അപ്പോൾ അള്ളാഹിനെ കണ്ടില്ല ചർച്ചകൾ നടക്കുന്നുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ, അങ്ങനെ ഒരുപാട് ചർച്ചകളുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ആ യാത്ര കഴിഞ്ഞ് വന്നിട്ട് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രാഇൻ്റെ ആദ്യത്തെ വചനത്തിൽ എന്താ പറഞ്ഞത്, എൻ്റെ അടിമയെ ആകാശാരോഹണം നടത്തി. അബുദ് എന്ന പടാബുദ്ധിയും പ്രയോഗിച്ച്. അബുദ് പറഞ്ഞാൽ എന്താ, അടിമയാണെങ്കിൽ നമ്മൾ ആരാധിക്കാൻ പാടില്ല. ഒരാൾ അടിമയാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ് ആര്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടിമയാണെങ്കിൽ നമ്മൾ ആരാധിക്കാൻ പാടില്ല. ഒരുപാട് കൂടുതൽ വിഷയമാകുന്നതുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും ഇൻഷാ അല്ലാഹ് അഗാധമായി നമ്മൾ വീണ്ടും പഠിക്കാനും, പ്രവാചകനെ കുറിച്ച് പഠിക്കാനും, കൂടുതൽ മനസ്സിലാക്കാനും, കൂടുതൽ സുന്നത്തുകൾ പഠിക്കാനും, ജീവിതത്തിൽ ഏതെങ്കിലും അവസരത്തിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും, ഒരിക്കലെങ്കിലും നമുക്ക് പകർത്തിയിട്ട് ഒരു സുന്നത്ത് ഒരിക്കലെങ്കിലും പകർത്തി അങ്ങനെ മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് നൽകട്ടെ. കൂടുതൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.